നമസ്കാരം. സ്വദേശാഭിമാനി പി രാമകൃഷ്ണ പിള്ളയുടെ തൂലികയാൽ കരുത്തുറ്റ മലയാള പത്രപ്രവർത്തന രംഗത്ത് കേവലം 6 ഇഞ്ച് മൊബൈൽ ക്യാമറകളാൽ പെറ്റുപെരുകിയ ന്യൂജൻ മീഡിയാസ് ഇതായെന്ന് വാളെടുത്ത് വെളിച്ചപ്പാടുകൾ കലുതുള്ളിയാടുന്ന മാധ്യമ സംസ്കാരത്തിന് ഒരു പുത്തൻ സമവാക്യം. പത്രധർമ്മം പൗരധർമ്മം പ്ലസ് മനോധർമ്മം ഈസിക്കൽ ടു മാധ്യമധർമ്മം. പറയൂ മേസ് പാളയം സരസു ലോക മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച ആ പീഡന കഥ എന്താണ്? നികൃഷ്ടേ കേൾക്കാമോ? കോഴിക്കോട്ടാണ് സംഭവം. ആ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു മാധ്യമ പ്രവർത്തക കുമാരി അണ്ടിപ്പിള്ളിക്കാവ് ശാന്തയ്ക്കാണ് ആ ദുരനുഭവം ഉണ്ടായിരിക്കുന്നത്. പറയൂ മേസ് അണ്ടിപ്പള്ളി, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? തൊഴിലിന്റെ ഭാഗമായാണ് ഞാൻ അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിച്ചത്. അപ്പോൾ എന്റെ തോളിൽ കൈവയ്ക്കുകയാണ് ഉണ്ടായത്. ഓ കഷ്ടം കഷ്ടം കഷ്ടം! എത്ര ക്രൂരമായാണ് ഈ പീഡനം നടന്നിരിക്കുന്നത്. എന്നിട്ടും എന്തുകൊണ്ടാണ് അപ്പോൾ തന്നെ ആരും പ്രതികരിക്കാതെ പോയത്? സ്റ്റുഡിയോയിൽ ചെന്ന് പ്രശ്നം ഡിസ്കസ് ചെയ്തപ്പോഴാണ് അത് പീഡനമാണെന്ന് എനിക്ക് മനസ്സിലായത്. കേവലം 32 വയസ്സ് മാത്രം പ്രായം വരുന്ന പിഞ്ചോമനയെ ഇത്തരത്തിൽ പീഡനത്തിന് ഇരയാക്കിയിട്ടും എന്തുകൊണ്ടാണ് ആ സഹപ്രവർത്തകരായ മാധ്യമ ബാലന്മാർ പ്രതികരിക്കാതെ പോയത്? ഒരു പക്ഷേ അവരുടെ വായിൽ പഴം തിരികെ വെച്ചത് കൊണ്ടാകാം അവർ പ്രതികരിക്കാതെ പോയത്. നടനാണത്ര നടൻ. ചോദ്യങ്ങൾ ഇഷ്ടമായില്ലെങ്കിൽ അദ്ദേഹത്തിന് പറയാമായിരുന്നില്ലേ, കടക്ക് പുറത്ത് നിന്ന്, അല്ലെങ്കിൽ പോയി തണ്ടാൻ, അതുമല്ലെങ്കിൽ ഒരു പ്രത്യേകതര ആക്ഷൻ കാണിക്കാമായിരുന്നില്ലേ? ഇല്ല, എനിക്കതിന് കഴിയുമായിരുന്നില്ല. മരിച്ചുപോയ എന്റെ മകൾക്ക് ഇപ്പോൾ 32 വയസ്സായിട്ടുണ്ടാകും. വലക്കേട മൂടി. മരിച്ചുപോയത് നിങ്ങളുടെ മാത്രം മകളാണ്. അതുകൊണ്ട് തന്നെ ഈ ഭൂമി മലയാളത്തിലെ സകല സ്ത്രീകളുടെ പിതൃത്വം ഏറ്റെടുത്താൽ തൃശ്ശൂർ അങ്ങ് എടുത്ത പോലെ ആകും. വേണ്ട, മാപ്പ്. എന്നിൽ നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഈ തൂലിക അക്ഷരശക്തിയാണ്, പൗര സ്വാതന്ത്ര്യമാണ്, സത്യത്തിന്റെ നേർക്കാഴ്ചയുടെ പടവാളാണിത്. അതുകൊണ്ട് തന്നെ ഈ മുനയൊടിഞ്ഞ തൂലിക ഇനി എനിക്ക് വേണ്ട. അരുത് മാഷെ, ഒട്ടേറെ ധീര ദേശാഭിമാനികളെ എന്തിയ തൂലികയാണിത്. ഒരു സ്മാരകമായിട്ടെങ്കിലും ഞങ്ങൾക്കിത് കാത്തു സൂക്ഷിക്കണം. മനുഷ്യനെ ആ ടി വി ഒന്ന് ഓൺ ചെയ്ത് നോക്കിയേ. നേതാക്കളുടെ ഇല്ലാവിലാസങ്ങൾ, MLA-മാര്, MP-മാര്, അയ്യേ വേണ്ട, എനിക്ക് കാണണ്ട. മണിപ്പൂരിലെയും ഗാസയിലെയും പിഞ്ചോമനകളുടെ കണ്ണീർ കാണാത്തവരുടെ കാഴ്ച എനിക്ക് കാണണ്ട. അതൊക്കെ ആര് കാണാനാണ്? കണ്ണുള്ളവർ കാണും, കാതുള്ളവർ കേൾക്കും. ഇത് രണ്ടുമല്ലാത്തവർ അന്ത്യ ചർച്ചയിലിരുന്ന് കോർക്കും. കോർക്കട്ടെ മനുഷ്യ, എന്നാലല്ലേ റേറ്റിംഗ് കൂടൂ. റേറ്റിംഗ് പാവപ്പെട്ടവന്റെ പച്ച മാംസം പോലും ചവച്ചരച്ച് തിന്നുന്ന പുത്തൻ മാധ്യമ സംസ്കാരം. അതെ, കാണുന്നവൻ സാക്ഷി. സാക്ഷിക്കെന്താ കൊമ്പുണ്ടോ? ഉണ്ടോ? ഉണ്ട്. അതിനെ പട്ടിയാക്കുന്ന, ആ പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്ന കൊമ്പ്. നേരാ, പണ്ട് കടലകളിലെ ചായക്കടകളിൽ കയ്യിലൊരു പത്രവും മറു കയ്യിലൊരു ചായയും ഏന്തി അന്താരാഷ്ട്ര വിഷയങ്ങൾ വരെ ചർച്ച ചെയ്യുമായിരുന്നു. പക്ഷെ ഇന്ന് ചാനലുകളുടെ AC റൂമിലിരുന്ന് പരസ്പരം തന്തയ്ക്ക് വിളിക്കുന്നത് കാണുമ്പോൾ എനിക്ക് അറപ്പാണ് തോന്നുന്നത്. തോന്നണം. റിപ്പോർട്ടർ, മനോരമ, മീഡിയ വൺ, പ്ലസും മൈനസും മണ്ണാങ്കട്ട, ഇതിലാരെ നമ്മൾ വിശ്വസിക്കുക? എല്ലാം ക്യാപ്സൂളായി ചവച്ച് തുപ്പുന്ന ഈ വിറ്റി പെട്ടിയോ? എവിടെ എവിടെ എന്റെ ആ പോക്കറ്റടികൾ ഞാൻ തുറന്നു നോക്കട്ടെ. ആകാശവാണി, പ്രാദേശിക വാർത്തകൾ. നാട്ടിലെങ്ങും പാട്ടായി, വീട്ടിൽ ഇരിക്കാൻ പറ്റണ്ടായി.
നന്ദി, നമസ്കാരം.